Hi dear students! ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഹിസ്റ്ററിയിലെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. അവർ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചാപ്റ്റർ ആണ് ഇൻ ദ ഏർലിയസ്റ്റ് സിറ്റീസ് എന്ന് പറയുന്നത്. സോ അതിന് മുന്നേ മിസ്സിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. എന്റെ പേര് അനഘ എന്നാണ്. ഞാൻ നിങ്ങളുടെ സോഷ്യൽ സയൻസ് ഫാക്കൽറ്റി ആണ്. അപ്പൊ മക്കളെ, ഈ ഒരു ജേർണിയിൽ സോഷ്യൽ സബ്ജക്ട് അതായത് സോഷ്യൽ സയൻസിലെ ഈ ഒരു ജേർണിയിൽ മക്കളോടൊപ്പം ഇന്ന് മുതൽ മിസ് കൂടെ ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് ഹരപ്പൻ സിവിലൈസേഷൻ ആണ്. തമ്പ് കണ്ട സമയത്തെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അതൊരു ജസ്റ്റ് സിവിലൈസേഷൻ മാത്രമല്ല, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് പഠിക്കാനും മനസ്സിലാക്കാനും ഉണ്ട്. ഇന്ന് നമ്മൾ കാണുന്ന ഏതൊരു സിവിലൈസേഷന്റെയും അല്ലെങ്കിൽ അതിനുശേഷം വന്ന ഏതൊരു സിവിലൈസേഷന്റെയും ഏതൊരു ഡെവലപ്മെന്റിന്റെയും ഒരു ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതിന്റെയൊക്കെ ഒരു അടിത്തറ എന്ന് പറയുന്നത് ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷൻ തന്നെയാണ്. എന്തുകൊണ്ടായിരിക്കും ഹരപ്പൻ സിവിലൈസേഷന് അത്രത്തോളം ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കുക എന്ന കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യലടാ. ഇവിടെ നോക്കിക്കേ എന്റെ മക്കളെ, ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അവരുടെ ആർട്ട്, ലിറ്ററേച്ചർ, അതേപോലെ അവർക്ക് മാത്രമായിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ അതൊക്കെ നമുക്കൊന്ന് നോക്കിയാലോ. ഇവിടെ നോക്കടാ, ഇൻഡസ് സിവിലൈസേഷൻ, അതായത് നമ്മൾ ഹരപ്പൻ സിവിലൈസേഷന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇൻഡസ് സിവിലൈസേഷൻ. എന്തുകൊണ്ടായിരിക്കടാ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പേര് വരാൻ കാരണം? അതായത് ഹരപ്പൻ സിവിലൈസേഷൻ, ഈ ഒരു സംസ്കാരം, ഈ ഒരു സിവിലൈസേഷൻ രൂപം കൊണ്ടത് ഇൻഡസ് നദി അഥവാ നമ്മുടെ സിന്ധു നദിയുടെ തീരത്താണ്. ഏതൊരു സിവിലൈസേഷൻ ആയാലും, അതിനിപ്പോ ഈജിപ്ഷ്യൻ സിവിലൈസേഷൻ ആയാലോ, ചൈനീസ് സിവിലൈസേഷൻ ആയാലോ, മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷൻ ആയാലോ, ഏതൊരു സിവിലൈസേഷനും ഏതെങ്കിലും ഒരു റിവർ ബേസ്ഡ് ആയിട്ടായിരിക്കും ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടാവുക. സോ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്ന എവിടെയാണ്? ഇൻഡസ് വാലിയിലാണ്. അതായത് ഇൻഡസ് സിന്ധു നദിയുടെ തീരത്തായതുകൊണ്ട് തന്നെ ഈ ഒരു സിവിലൈസേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻഡസ് സിവിലൈസേഷൻ ഓ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നൊരു പേര് കൂടെ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് നോക്കല്ലേ, ഇവിടെ നമുക്കറിയാം ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് സിവിലൈസേഷൻ നമ്മൾ കേട്ടിട്ട് മറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഇതിന്റെ എല്ലാം ഒരു ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഒരു സിവിലൈസേഷനും കൂടിയാണ് നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്റെ മക്കൾക്ക് കാണല്ലേ, വെൻ വാസ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫസ്റ്റ് ഐഡന്റിഫൈഡ് എന്നായിരിക്കും മക്കളെ നമ്മുടെ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫസ്റ്റ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടാവുക എന്നായിരിക്കും എന്റെ മക്കൾക്ക് അറിയോ? അതൊന്ന് നമുക്ക് നോക്കാം അല്ലെ. ദ സിവിലൈസേഷൻ വാസ് ഫസ്റ്റ് ഐഡന്റിഫൈഡ് ഇൻ, ആദ്യമായിട്ട് ഈ ഒരു സിവിലൈസേഷൻ ഐഡന്റിഫൈ ചെയ്തത് എന്നാടാ? നമുക്കറിയാം 1921 ഈ ഒരു സിവിലൈസേഷൻ ആദ്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായത്. എപ്പോഴാണ്? 1921 ഈ ഒരു സിവിലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായത്? ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടായത്. അറ്റ് ഹരപ്പ ഇത് പഞ്ചാബ് റീജിയൻ ആൻഡ് ദെൻ ഇൻ 1922. അതായത് മക്കളെ, ഈ ഒരു സിവിലൈസേഷൻ ഇൻഡസ് സിവിലൈസേഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന് പറയുന്നത് പല സ്ഥലത്തിൽ നിന്നും അതിന്റെ ശേഷിപ്പുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് അല്ലെ. അതിൽ ആദ്യം നമ്മൾ ഹരപ്പയിൽ നിന്നാണ് നമുക്ക് ഈ ഒരു സിവിലൈസേഷൻ ആദ്യം നമ്മൾ ഫൗണ്ട് ചെയ്ത ഒരു സിറ്റി, കണ്ടുപിടിച്ച ഒരു സിറ്റി എന്ന് പറയുന്നത് ഹരപ്പ ആയതിനാൽ തന്നെയാണ് ഈ ഒരു സിവിലൈസേഷൻ നമ്മൾ ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പേര് വിളിക്കുന്നത്. അങ്ങനെ 1921 ഹരപ്പൻ എന്ന സ്ഥലം നമ്മൾ കണ്ടുപിടിക്കുകയും പിന്നീട് നമ്മൾ പോകുന്ന സമയത്ത് 1922 ആകുന്ന സമയത്ത് നോക്കിക്കേ, നമ്മൾ എവിടെയാണ്? മോഹൻജദാരോ നമ്മൾ കണ്ടുപിടിക്കുകയും ചെയ്തു. ഇൻഡസ് റിവറിന്റെ അടുത്തായിട്ടാണ് മക്കളെ നമ്മൾ മോഹൻജദാരോയും ഐഡന്റിഫൈ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം എന്റെ മക്കൾ ക്ലിയർ ആയില്ലേ? അപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലേക്ക് പോകലേ. ഇവിടെ മക്കളെ നോക്കിക്കേ, ദ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഫസ്റ്റ് എസ്റ്റാബ്ലിഷ് അറൌണ്ട് 3300 BC. ഏകദേശം 3300 BC-യിലാണ്, 3300 BC-യിലാണ് ഏകദേശം ഈ ഒരു സിവിലൈസേഷൻ എന്തായത് നമ്മൾ ഫൗണ്ട് ചെയ്തിട്ടുണ്ടായത്, കണ്ടുപിടിച്ചിട്ടുണ്ടായത് അല്ലെ. അതെവിടെയാണ്? ഇറ്റ് ഫ്ലറിഷ്ഡ് ബിറ്റ്വീൻ, എപ്പോഴാണ്, ഏതിനിടക്കാണത് ഫ്ലറിഷ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്? 2600 BC മുതൽ നോക്കിക്കേ 1900 BC ആ ഒരു കാലഘട്ടത്താണ് ഈ ഒരു സിവിലൈസേഷൻ കൂടുതൽ ഫ്ലറിഷ്ഡ് ആയിട്ട് ആളുകളിലേക്ക് എത്തിയിട്ടുള്ളത്. സോ ഈ ഒരു പീരീഡ് മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുന്നുണ്ട്. ഏത് പേരിലാ മക്കളെ? യെസ്,
മെച്ചോർ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്ന പേരിൽ കൂടെ ഈ ഒരു പീരീഡ് അറിയപ്പെടുന്നുണ്ട്. പിന്നെ ഈ ഒരു സിവിലൈസേഷൻ കുറച്ചു കാലങ്ങൾക്ക് ശേഷം എന്താണ് ഡിക്ലൈൻ ആയി പോകുന്നുണ്ട്. പല റീസൺസ് ആണ് ഡിക്ലൈനിങ്ങിനുള്ളത്. സോ ഈ ഏത് സമയത്താണ് മക്കളെ ഇത് ഏകദേശം ഡിക്ലൈൻ ആയി പോകുന്നത്? നോക്കിക്കേ, അറൌണ്ട് 1900 BC മുതലാണ് ഈ ഒരു സിവിലൈസേഷൻ എന്തായി മാറുന്നത്? ഡിക്ലൈൻ ആയി പോകുന്നത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഓക്കെ അല്ലടാ? യെസ്. അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാം. ഇവിടെ മക്കളെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ? This is also called the Harappan Civilization. എന്താ പറയുന്നത് മക്കളെ? നമ്മൾ പറഞ്ഞു ഈ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മറ്റൊരു പേരാണ് ഹരപ്പ എന്ന് പറയുന്നത്. ഹരപ്പൻ സിവിലൈസേഷൻ എന്ന് പറയുന്നത് അത് എന്തുകൊണ്ടായിരുന്നു? നമ്മൾ ഈ ഒരു സിവിലൈസേഷനിൽ ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്ന, ഇൻവേഡ് ചെയ്തിട്ടുണ്ടായിരുന്ന പ്ലേസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്ഥലം എന്ന് പറയുന്നത് എവിടെയാണ്? ഹരപ്പയാണ്. അതിനാൽ തന്നെയാണ് ഈ ഒരു സിവിലൈസേഷൻ എന്ത് പേരിലും കൂടെ അറിയപ്പെട്ടത്? ഹരപ്പൻ സിവിലൈസേഷൻ എന്ന പേരിൽ കൂടെ അറിയപ്പെട്ടത്. ഇവിടെ നോക്കിക്കേ മക്കളെ, നമ്മൾ ജിയോഗ്രഫിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു സിവിലൈസേഷൻ ഏതൊക്കെ ഏരിയ കവർ ചെയ്യുന്നുണ്ട്? നമ്മുടെ പഞ്ചാബ്, സിന്ധ്, അതേപോലെ തന്നെ ബലൂചിസ്ഥാൻ, രാജസ്ഥാൻ, ഗുജറാത്ത് ആൻഡ് വെസ്റ്റ് ഉത്തർപ്രദേശ്, ഈ ഏരിയ ഫുള്ള് കവർ ചെയ്തിട്ടാണ് നമുക്ക് എന്താണ് ഈ ഒരു സിവിലൈസേഷൻ കാണാൻ സാധിക്കുന്നത്. സോ ജിയോഗ്രഫിക്കലി നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ഈ ഒരു സിവിലൈസേഷൻ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ എന്റെ മക്കളെ കൃത്യമായിട്ട് നോക്കണേ. നോക്കിക്കേ മക്കളെ, ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മക്കളെ, ഇന്ത്യയിലും പാകിസ്ഥാനിലുമായിട്ടായിരുന്നു ഈ ഒരു സിവിലൈസേഷൻ എന്ത് ചെയ്തത്? ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ത്യയിൽ നമ്മൾ കാലിബംഗൻ, ധോൽവീര, റാങ്പൂർ, സുർക്കോട്ടെ, അതേപോലെ ബൻവാലി, റോപ്പോറിലൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നെങ്കിൽ പാകിസ്ഥാനിലെ ഹരപ്പ, മോഹൻജദാരോ ഒക്കെ പാകിസ്ഥാനിലെ സ്ഥലമാണ് കേട്ടോ. ഹരപ്പ, മോഹൻജദാരോ ഈ ഒരു പ്ലേസസുകളിലൊക്കെയാണ് നമ്മൾ ഈ ഒരു സിവിലൈസേഷൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നത്. ദെൻ ഇവിടെ നോക്കിക്കേ മക്കളെ, നമുക്കറിയാം ദ ഇൻഡസ് വാലി സിറ്റീസ് ഷോ എ ലെവൽ ഓഫ് sophistication and advancement not seen in other contemporary civilization. നമ്മളെ ഈ ഒരു സിവിലൈസേഷൻ അല്ലെങ്കിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്തായിരുന്നു? ഹരപ്പൻ സിവിലൈസേഷനിൽ ഉണ്ടായിട്ടുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു അഡ്വാൻസ്മെന്റോ അല്ലെങ്കിൽ ഒരു ഡെവലപ്മെന്റോ അല്ലെങ്കിൽ അതിൽ കാണുന്ന ഒരു പ്രോഗ്രസോ മറ്റൊരു സിവിലൈസേഷനും മറ്റൊരു കോണ്ടംപററി സിവിലൈസേഷനും നമുക്ക് എന്താണ് കാണാൻ സാധിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഇവര് സിറ്റി മക്കളെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മോസ്റ്റ് സിറ്റീസ് ഹാഡ് സിമിലർ പാറ്റേൺ. എല്ലാ സിറ്റീസും കോമൺ ആയിട്ടുള്ള രീതിയിലായിരുന്നു. ഒരു മുറി മുതൽ 12 മുറി വരെയുള്ള റൂം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഇരുനില കെട്ടിടങ്ങൾ, ഇരുനില വീടുകൾ ഉണ്ടായിരുന്നു, അപ്സ്റ്റേഴ്സ് വീടുകളെ, അങ്ങനെ ഒരുപാട് വീടുകൾ ഒരേ രീതിയിൽ ഇവര് പണിത് വെച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ മക്കളെ ഇവിടെ നോക്കിക്കേ, അവർ സിറ്റീസിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. സിറ്റീസ് ഒക്കെ എത്ര പാർട്ടായിട്ടാണ്? 2 പാർട്ടായിട്ടായിരുന്നു അവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എത്ര പാർട്ടാണ് മക്കളെ? 2 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഒരു പാർട്ടിന്റെ പേരെന്താണ്? സിറ്റാഡൽ എന്നും രണ്ടാമത്തെ പാർട്ടിന്റെ പേരെന്താടാ? നോക്കിക്കേ, ഇവിടെ ലോവർ ടൗൺ എന്നും ആയിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 2 പാർട്ടായിട്ടായിരുന്നു സിറ്റി എന്ത് ചെയ്തത്? ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ സിറ്റാഡൽ എന്ന് പറയുന്ന സമയത്ത് അതൊരു ഉയർന്ന പ്രദേശവും ലോവർ എന്ന് പറയുന്നത് താഴ്ന്ന പ്രദേശമാണ്. അപ്പൊ നമുക്ക് എന്താണ് അസ്യൂം ചെയ്യാ? സിറ്റാഡൽ ആരായിരിക്കും? റൂളിംഗ് ക്ലാസ്, ഭരണവർഗമായിരിക്കും താമസിച്ചിട്ടുണ്ടായിരിക്കുക. ലോവർ ടൗണിൽ സാധാരണക്കാരായ കോമൺ പീപ്പിൾസ് ആയിരിക്കും താമസിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ? ഓക്കെ. അതേപോലെ തന്നെ എല്ലാ സിറ്റീസിലും നമുക്ക് എന്താണ് ഗ്രേറ്റ് ബാത്ത് കാണാൻ സാധിക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് ഇവർക്ക് ഉണ്ടായിരുന്നേ. മക്കളെ ഇവിടെ ശ്രദ്ധിച്ച്, ഓൾസോ ഗ്രാനറീസ്, അവർക്ക് എന്താണ് ഗ്രാനറീസ് ഉണ്ടായിരുന്നു, ധാന്യപ്പുരകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് ഒരുപാട് സീൽസ്, നമ്പർ ഓഫ് സീൽസ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. പശുപതി സീല്, അതേപോലെ യൂണിക്കോൺ, ഇത് യൂണിക്കോൺ സീലുണ്ട്, പശുപതി സീലുണ്ട്. ഇതൊക്കെ എന്താണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുദ്രകളാണ്, സീലുകളാണെന്നാണ് പറഞ്ഞു വരുന്നത്. ദെൻ നോക്കിക്കേ, അവര് അഗ്രികൾച്ചറിൽ നോക്കുകയാണെങ്കിൽ അവർ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത് എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഇവിടെ പിക്ചർ കാണുമ്പോൾ മനസ്സിലാവില്ലേ, ഇതെന്താ മക്കളെ? കോട്ടൺ, പരുത്തിയാണ് അല്ലെ? ഇവര് നോക്കിക്കേ, ആദ്യമായിട്ട് ഫസ്റ്റ് നമ്മുടെ ഈ ഒരു സിവിലൈസേഷൻ ആണ് എന്ത് കൾട്ടിവേറ്റ് ചെയ്തത്? കോട്ടൺ അഥവാ പരുത്തി കൾട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ഫസ്റ്റ് സിവിലൈസേഷൻ ആണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ ഹരപ്പൻ സിവിലൈസേഷൻ
എന്ന് പറയുന്നത്. സോ അവരുടെ പ്രധാനപ്പെട്ട ഒക്യുപ്പേഷൻ എന്തായിരുന്നു? അഗ്രികൾച്ചർ അല്ലെ. നമ്മൾ ആദ്യമായിട്ട് വേൾഡിൽ എന്ത് കൾട്ടിവേറ്റ് ചെയ്തത്? നമ്മളെ കോട്ടൺ കൾട്ടിവേറ്റ് ചെയ്തതും ഇവരായിരുന്നു. ഇനി നോക്കിക്കേ മക്കളെ, ഇവര് ആനിമൽസിന് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ആനിമൽസ് വേർ ഡൊമിസ്റ്റിക്കേറ്റഡ്. ലൈക്ക് ഏതൊക്കെ ആനിമൽസ് ഇവർക്ക് ഉണ്ടായിരുന്നു? നമ്മൾ ഈ പിക്ചറിൽ കാണുന്നത് പോലെ നമ്മുടെ പിഗ് ഉണ്ടായിരുന്നു. ക്യൂട്ട് പിഗ് അല്ലെ, നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്? പിഗ് ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് ആരുണ്ട്? നമ്മുടെ ഗോഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ ആരാണ്? നമ്മുടെ ഷീപ്പ് ഉണ്ട് അല്ലെ. നമ്മുടെ ഷീപ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ആനിമൽസ് ഒക്കെ ആർക്കുണ്ടായിരുന്നു? നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനിലെ ആളുകൾക്കുണ്ടായിരുന്നു. ഇനി മക്കളെ ഇവിടെ നോക്കിയ കുറച്ച് ഡേറ്റ്സിന്റെയും വീറ്റിന്റെയും ബാർലിന്റെയും ദെൻ വീണ്ടും എഗെയിൻ കോട്ടന്റെ പിക്ചറൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നില്ലേ? അപ്പൊ ഇതൊക്കെ എന്താ മക്കളെ? ഇവർക്ക് കൂടുതലായിട്ട് നമ്മൾ പറഞ്ഞു അഗ്രികൾച്ചർ ആയിരുന്നു ഇവരുടെ വൺ ഓഫ് ദ മെയിൻ ഒക്യുപ്പേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൽ എന്തൊക്കെ ക്രോപ്സ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു? വീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഗോതമ്പ്, ബാർലി, കോട്ടൺ, ദെൻ റാഗി, ഡേറ്റ്സ്, അതേപോലുള്ള സംഭവങ്ങളൊക്കെ ആര് കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു? നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനിൽ ആളുകൾ കൾട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ മക്കളെ നോക്കിക്കേ, ഇവർക്ക് ട്രേഡ്സ് ഉണ്ടായിരുന്നു. ട്രേഡ് വാസ് കണ്ടക്ടഡ് വിത്ത് സുമേറിയൻസ്. സുമേറിയൻസ് ആയിട്ട് ഇവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? കച്ചവട ബന്ധം അഥവാ ട്രേഡ് റിലേഷൻ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നോക്കിക്കേ മക്കളെ, അതേപോലെ തന്നെ ഇവരെന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? മെറ്റൽ പ്രൊഡക്ട്സ് were produced including those with. അവർ ഒരുപാട് മെറ്റൽ പ്രൊഡക്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കോപ്പർ, ബ്രോൺസ്, അതേപോലെ ടിൻ, അതേപോലെ ലെഡ്, ഇതൊക്കെ വെച്ചിട്ട് എന്തായിരുന്നു? അവര് ഒരുപാട് മെറ്റൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഗോൾഡും സിൽവറും ഒക്കെ അവർക്ക് അറിയാം. ഒരുപാട് അതിൽ ഒരു സംഭവങ്ങളൊന്നും അവർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഗോൾഡിനും സിൽവറിനെ കുറിച്ച് അറിയാം. പക്ഷെ അയൺ വാസ് നോട്ട് ടേക്കൺ ഓൺ ടു ദം. അയണിനെ കുറിച്ച് വലിയ ഒരു അറിവോ കാര്യങ്ങളോ ആർക്കില്ലായിരുന്നു? ഹരപ്പൻ സിവിലൈസേഷനിലെ ആളുകൾക്കില്ലായിരുന്നു. അതേപോലെ തന്നെ ടെമ്പിൾസോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉള്ളതായിട്ടൊന്നും നമുക്ക് ഇതുവരെ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല കേട്ടോ. പക്ഷെ ഇവർക്ക് എന്തായിരുന്നു? ആരാധനാ മൂർത്തികളും പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായിരുന്നു. അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്, കണ്ടുപിടിച്ചിട്ടുണ്ട്. പീപ്പിൾ വോർഷിപ്പ് മെയിൽ ആൻഡ് ഫീമെയിൽ ഡീറ്റീസ് അവർക്ക് ഉണ്ടായിരുന്നു. അത് എ സീൽ വിച്ച് വാസ് നെയിംഡ്. സീലില് ഓരോ മുദ്രകൾ ഉണ്ടായില്ലേ? നമ്മളെ പശുപതി മുദ്രയൊക്കെ നമ്മൾ നേരത്തെ മിസ് ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്ന പശുപതി മുദ്ര എന്ന് പറയുന്നത് എന്തായിരുന്നു? നമ്മൾ ആ കാലഘട്ടത്തിൽ അവിടുന്ന് കണ്ടുപിടിച്ച എക്സ്കേവേറ്റ് ചെയ്ത ഒരു മുദ്രയാണ്. ഈ ഒരു ഇമേജിലൂടെ മനസ്സിലായത് ലോർഡ് ശിവയാണെന്നാണ് പറയുന്നത്, ഒരു പശുപതി മുദ്രേനെ. അങ്ങനെയുള്ള ഒരുപാട് മുദ്രകളും കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരുന്നു. അതിലൂടെ അവർ ആരാധനാ മൂർത്തികളായിട്ട് ഉള്ള ആളുകളെ ഈ മുദ്രകളിലൊക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നുള്ള തെളിവുകളൊക്കെ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ സിവിലൈസേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഒരുപാട് ആർട്ട് വർക്കിലും ഇമ്പോർട്ടൻസ് കൊടുത്ത ആളുകളായിരുന്നു. അഡ്വാൻസ് ഇൻ മേക്കിംഗ് ആർട്സ് വർക്കിലും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അവരെന്ത് ചെയ്തിരുന്നു? സ്റ്റാച്യൂസ് ചെയ്തിരുന്നു. അതിൽ ഫേമസ് ആയിട്ടുള്ള മോഹൻജദാരോ നമ്മൾ കണ്ടുപിടിച്ച ഫേമസ് ആയിട്ടുള്ള ഒരു പിക്ചർ ഉണ്ട്. ഏതാണ്? നമ്മുടെ ഡാൻസിങ് ഗേൾ അല്ലെ. ഡാൻസിങ് ഗേളിന്റെ പിക്ചറാണ് മക്കളിതാ ഇവിടെ കാണുന്നത്. മോഹൻജദാരോ എന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ഇമേജ് ആണ്. അതേപോലെ തന്നെ ഇതിന് ഏകദേശം എത്രയാണ്? 4000 years ഓൾഡ് ആയിട്ടുള്ള, അത്രത്തോളം വർഷം പഴക്കമുള്ള ഒരു ഇമേജ് ആണ് ഈ ഒരു ഡാൻസിങ് ഗേൾ എന്ന് പറയുന്നത്. എവിടെ നിന്നായിരുന്നു കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത്? മോഹൻജദാരോ ആയിരുന്നു അല്ലെ. ഇനി നോക്കിക്കേ മക്കളെ, അതേപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് ഒരു ബിയേർഡ് പ്രീസ്റ്റ് കിങ്ങിന്റെ ഇമേജ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സെയിം മോഹൻജദാരോയിൽ തന്നെയാണ് നമുക്ക് ലഭിച്ചത്. അദ്ദേഹത്തിന്റെ പിക്ചറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമുക്ക് ലഭിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് ആർട്ട് വർക്കിൽ വളരെ തൽപരരായിരുന്നു എന്ന്, വളരെ ഇൻട്രസ്റ്റഡ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അല്ലെ. അങ്ങനെ എല്ലാ മേഖലകളിലും നമുക്ക് ആരെ കാണാൻ സാധിക്കുന്നുണ്ട് മക്കളെ? ഈ ഒരു ഹരപ്പൻ സിവിലൈസേഷന്റെ അവരെ ഒരു തെളിവും അവരെ എത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ടെന്നും അല്ലെങ്കിൽ അവരെ കഴിവും കാര്യങ്ങളൊക്കെ എബിലിറ്റീസ് ഒക്കെ നമ്മൾ ടാലന്റ് ഒക്കെ ഇങ്ങനെ പല മേഖലകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതോടുകൂടെ നമ്മുടെ ക്ലാസ്സും കോണ്ടന്റ്സും കാര്യങ്ങളൊന്നും വൈൻഡ് അപ്പ് ആവില്ല. ഇത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഒരു വീഡിയോ സോഷ്യൽ സയൻസിന്റെ കാണുന്നത്. സോ ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സോഷ്യൽ സയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങളെ വൺ ഓഫ് ദ ഫേവറേറ്റ് സബ്ജക്ട് ആവുകയും അതേപോലെ തന്നെ ഈസി പീസി ആയിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന ഒരു സബ്ജക്റ്റ് ആയിട്ട് സോഷ്യൽ സയൻസ് മാറും കേട്ടോ. അതിനെന്ത് വേണം? നിങ്ങൾ തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് നമ്മുടെ സോഷ്യൽ സയൻസിന്റെ ക്ലാസ്സുകളൊക്കെ വീണ്ടും അങ്ങോട്ട് കണ്ടുപോവുക. അപ്പൊ കാണാൻ വേണ്ടിയിട്ട് ഇതുവരെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ കാണുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. അതേപോലെ തന്നെ ഇനിയും എന്തൊക്കെ കോണ്ടന്റ്സുകളാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്റെ മക്കൾക്ക് വേണ്ടതെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്നാൽ മിസ് എന്ത് ചെയ്യും? ആ ഒരു കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരും. അപ്പൊ കമന്റ് ചെയ്യാൻ
ചെയ്യാൻ മറക്കണ്ട. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൂടെ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തൊരു കോണ്ടന്റ് ആയിട്ട് നമുക്ക് കണ്ടുമുട്ടാം. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് us, dears.